പ്രതീക്ഷകൾ പൂവണിയുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. ക്രിസ്മസ് കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും പൂർത്തീകരണമാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ച് ക്രമീകരിച്ച് അതിന്റെ ആധിപത്യം മനുഷ്യനെ ഫലമേൽപ്പിക്കുന്നു. എന്നാൽ തിന്മയുടെ ശക്തിയിൽ കടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുകയും പ്രപഞ്ചത്തിന്റെ മനോഹാരിതയ്ക്ക് കളങ്കം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ദൈവം മനുഷ്യരൂപം പൂണ്ടുകൊണ്ട് മർത്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മനുഷ്യരെ വീണ്ടെടുക്കുവാൻ തീരുമാനിക്കുകയും ഒരു രക്ഷകനെ മനുഷ്യകുലത്തിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ രക്ഷകന്റെ ആഗമനത്തിനായി നൂറ്റാണ്ടുകളോളം മനുഷ്യകുലം കാത്തിരിക്കേണ്ടി വന്നു. സർവശക്തനായ ദൈവത്തിന് ഒരു നിമിഷം മതിയായിരുന്നു തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ വീണ്ടെടുക്കുവാനും പ്രപഞ്ചത്തെ പുനഃസംവിധാനം ചെയ്യുവാനും. പിന്നെന്തുകൊണ്ടായിരിക്കാം ഈ ദീർഘമായ ഒരു ഇടവേള ദൈവം അനുവദിച്ചത്? തന്റെ രക്ഷാകര പദ്ധതിയുടെ മൂല്യം മനുഷ്യൻ മനസ്സിലാക്കുവാനും തിന്മയുടെ പരിണിതഫലമായ പാപത്തിന്റെ അടിമത്വങ്ങൾ മനസ്സിലാക്കി അവൻ എന്നും നന്മയിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതെ, സമയത്തിന്റെ തികവിൽ പരിശുദ്ധ അമലോത്ഭവ കന്യകയിലൂടെ ദൈവം രക്ഷകനായി ഈ ലോകത്തിലേക്ക് കടന്നുവന്ന് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നു. ആഗമനകാലത്തിലെ 3-ാം ഞായറായ ഇന്നീ ദിവസം റോസ് നിറത്തിലുള്ള അൾത്താരവിരികൾ ഉപയോഗിച്ചും ആഡ്വെന്റ് റീത്തിലെ റോസ് തിരി തെളിയിച്ചും ഈ ഒരുക്കത്തിന്റെ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുന്നു. തിരുസഭാ മാതാവ് ഇന്നത്തെ വചന വിചിന്തനത്തിനായി നമുക്ക് തരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വചനഭാഗങ്ങളാണ്. രക്ഷകന്റെ വരവിനായി മനുഷ്യകുലത്തെ ഒരുക്കുവാൻ കടന്നു വന്ന ഏറ്റവും ഒടുവിലത്തെ സന്ദേശവാഹകനായ സ്നാപക യോഹന്നാൻ സകല ജനത്തിനുമായുള്ള സദ്വാർത്ത സ്വീകരിക്കുവാനായി ജനങ്ങളെ ഒരുക്കുന്നതാണ് വചനത്തിന്റെ പ്രമേയം. തന്റെ പ്രഭാഷണത്തിലൂടെ ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സ്നാപക യോഹന്നാന് സാധിച്ചു. എല്ലാ ജനങ്ങളും, ചുങ്കക്കാരും പട്ടാളക്കാരുമൊക്കെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് തങ്ങൾ എന്തു മാറ്റമാണ് ജീവിതത്തിൽ വരുത്തേണ്ടതെന്ന് അദ്ദേഹത്തോട് ആരായുന്നു. വിശുദ്ധ സ്നാപക യോഹന്നാൻ അവർക്കെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ക്രിസ്മസ് ആഘോഷത്തോടെ തീരുന്നതല്ല ഈശ്വര വരവിനായുള്ള നമ്മുടെ ഒരുക്കം. അവിടുത്തെ 2ാമത്തെ ആഗമനം പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ ഇന്നത്തെ വചനഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഒരുക്കത്തോടും വേണ്ട യോഗ്യതയോടുകൂടി അവിടുത്തെ സ്വീകരിക്കുവാനും അവിടുന്ന് കടന്നുവരുന്നതിന്റെ സന്തോഷം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.